ധന്യ ചേച്ചി ഹലോ പറയുന്നുണ്ട് അക്കു. ഇന്നെന്താണ് അമ്മയുടെ അടുത്തേക്ക് ഒന്ന് വന്നേക്കാന്ന് വെച്ചത്? അക്കുക്കുട്ടൻ അക്കു മോനെ വിളിക്കുന്നുണ്ട് ധന്യ. കുഞ്ഞി അക്കു വിളിക്കുന്നുണ്ട്. അക്കു സുഖം അമ്മ കഴിച്ചോ ചോദിക്കണം. ഉച്ചത്തെ കഴിച്ചില്ല മോനെ, രാവിലത്തെ കഴിച്ചു. ചപ്പാത്തിയും കിഴങ്ങ് കറിയായിരുന്നു. അക്ഷയ് കുഞ്ഞി ചേച്ചി ഹായ് പറയുന്നുണ്ട്. അക്കു ഇതിന് മുന്നേ ഇവിടെ ലൈവിൽ വന്നിട്ടുണ്ടോടാ? ഇല്ലല്ലോ, ആദ്യമായിട്ട് വരുന്നല്ലേ അക്കു. കുഞ്ഞിയുടെ അമ്മയുടെ പേര് അനു എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദു. കഴിച്ചോ അക്കു ചോദിക്കണ്ട. അക്കു ഓക്കെ അമ്മ പറയുന്നു. അക്കു ആദ്യം വരുന്നല്ലേടാ? അക്കു ഇതിനു മുന്നേ വന്നിട്ടില്ലല്ലോ, സത്യം പറഞ്ഞേ. ബിന്ദു ചേച്ചി ഹായ് പറയുന്നു. ഞാൻ ചാനൽ ആക്ടിവിറ്റി എടുത്ത് നോക്കട്ടെ. ചേച്ചി യേസി ചേച്ചി പറയുന്നു. ഞാൻ നിന്നെ കൊച്ചിവിടെ വന്നിട്ടുണ്ടോടാ? അതെന്ത് മെഷീനാണ് കുഞ്ഞി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വരുമായിരുന്നു അമ്മ, ഓർക്കുന്നില്ലേ? കുറേ നാളായിട്ട് വന്നിട്ടെന്ന് പറയുന്നു. ആണോ? എനിക്ക് പക്ഷേ കുട്ടൻ വന്ന് ആയിക്കോട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെന്താണ് അമ്മയുടെ ചാനലിലേക്ക് എഴുന്നള്ളിയേ? അക്കു ഹായ് മോനെ പറയുന്നുണ്ട് ബിന്ദു. ഇന്നെന്താ പരിപാടി? കൊച്ചു കഴിച്ചോ? അത് എൻ്റെ വാഷിംഗ് മെഷീനാണ് പറയുന്നത്. എല്ലാവരും കഴിച്ചാ ചോദിക്കുന്നുണ്ട് അക്കു. അക്കുവിൻ്റെ മുഖം കാണാൻ പറ്റണില്ലല്ലോ, മൊബൈൽ മാറ്റി വെച്ചേക്കുന്നു, പിടിച്ചു വെച്ചേക്കണോണ്ട്. അക്കു വന്നിട്ടുണ്ട് പറയുന്നു. അക്കു ആദ്യമല്ലല്ലോ പറയുന്നു. ആണോ? എനിക്ക് അക്കുവിന് പ്രിയയുടെ ലൈവിലാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ കണ്ടേക്കുന്നത്. പോട്ടെ അക്കു, ഒരബദ്ധം ആർക്കും പറ്റും, അമ്മയല്ലേ. അമ്മ ഞാൻ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുമായിരുന്നു, അപ്പോഴാണ് അമ്മയുടെ ലൈവ് കണ്ടേന്ന് പറയുന്നുണ്ട്. ആണോ? എന്നാ അവിടെ നിൽക്കും, എന്നാ അവിടെ നീ ഇവിടെ കിടന്ന് ഈ ലൈവിൽ കിടന്ന് വിശ്രമിച്ചോ, വേറെ എങ്ങും പോകണ്ട കേട്ടോ കൊച്ച്. അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. ജയരാജ് ഏട്ടാ എന്താ വിശേഷം? അക്കു ക്ലാസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയ ലൈവ് തുടങ്ങി അക്കു ഇപ്പോൾ പോകും പറയുന്നുണ്ട്. അക്കു അതെ അമ്മ എന്ന് പറയുന്നുണ്ട്. ധന്യ ചേച്ചി ഓഗസ്റ്റ് 1 തുടങ്ങും എന്ന് പറയുന്നത്. ആണോ? കൊച്ചിപ്പം എന്നാ പഠിക്കുന്നേ? അക്ഷയ് ഏത് ക്ലാസ്സിലെ എവിടെയാ പ്ലേസ് ചോദിക്കുന്നുണ്ട് ബിന്ദു. നല്ല വിശേഷം അക്കുക്കുട്ട പറഞ്ഞു. നാദ് ധന്യ ഓക്കേടാ പറഞ്ഞു. അക്ഷയ് പ്രിയ ചേച്ചി 2:30 ആവും ലൈവ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പം അതുവരെ ഇവിടെ നിന്നോണം കേട്ടോ, വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ ഉണ്ടല്ലോ നിന്നെ ഇവിടെ മുറിയിലിട്ട് പൂട്ടിയിടും. ഇവിടെ ഇരുട്ടുമുറിയൊക്കെ ഉണ്ട്, ഇരുട്ടുമുറിയുണ്ട്, ഇടിമുറിയുണ്ട്, കുറേ മുറികളുണ്ട്. ഇവിടെ ഗസ്റ്റ് റൂമുണ്ട്. ഇപ്പം നീ ഗസ്റ്റ് റൂമിലാണ് ഇരിക്കുന്നത്, അല്ല ഇപ്പം നീ നടുമുറിയിലായിരിക്കണം, അകത്തളത്തിൽ കയറി ഇരിക്കുകയാണ്. ഇനി നിന്നെ ഇടിമുറിയിലേക്ക് മാറ്റാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്നു. ഞാൻ എൻട്രൻസ് പഠിക്കുന്നു ബിന്ദു ചേച്ചി, പ്ലേസ് ആലപ്പുഴ പറഞ്ഞിട്ട് 2:29 വരെ അക്കു അപ്പോൾ ഫ്രീ എന്ന് പറയുന്നത്. അക്കു ഓക്കെ ജയരാജേട്ടാ പറയുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. സത്യം ഇവിടെ ഉണ്ട് മോനെ, ഇവിടെ ഇടിമുറിയുണ്ട്, ഇരുട്ടുമുറിയുണ്ട്. ഇരുട്ടുമുറി എന്തിനാണെന്നറിയാം? വെട്ടത്ത് ചോറ് വന്നിട്ട് ഇരുട്ടത്ത് കിടത്തും. പ്രിയേനെ മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത്. ബിന്ദു ആലപ്പുഴ എവിടെയാ എന്ന് ചോദിക്കുന്നു. ബിന്ദു ആലപ്പുഴയാണല്ലോ ജില്ല. ആലപ്പുഴ ചേർത്തല. ചേർത്തല ഇവിടെ അല്ലേ? ഇങ്ങറ്റത്തേക്ക് പോകുന്നു. അയ്യോ ഇടിമുറി വേണ്ട അക്കു അങ്ങോട്ട് പോവല്ലേ പറയുന്നുണ്ടായില്ല. അത് കുഴപ്പമില്ല, ജയൻമോൻ എപ്പോഴും കയറുന്നതാണ് മോനെ. ഇരുട്ടുമുറിയിൽ മിക്കവാറും പ്രിയായിരിക്കും. പ്രിയാനെയാണ് വെട്ടത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്തുന്നത്. ഇവനെ ജയൻമോനെ എപ്പോഴും ഇടിമുറിയിലാണ് കയറ്റാറ്. മോനെ ഇപ്പം മര്യാദക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കാം. ഏത് വേണമെന്ന് മോൻ തീരുമാനിച്ചോ. ജയൻ ഒരു പരുവമായി എന്ന് പറയുന്നുണ്ട്. ജയനിപ്പോൾ ഇടീന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അമ്മ ഇരുട്ടത്ത് ഫുഡ് കൊടുത്തിട്ട് വെളിച്ചത്ത് ഉറക്കാം എന്നല്ലേ അമ്മ? അല്ല മോനെ, വെട്ടത്ത് ചോറ് കൊടുത്തിട്ട് നമുക്ക് ഇരുട്ടത്ത് കിടത്താന്ന്. ബിന്ദു ചേച്ചി തിരുവല്ല അല്ലേ? അക്കു ആലപ്പുഴയിൽ ആലപ്പുഴ വയലിൻ്റെ സൈഡിൽ നിന്നൊരു അക്ഷയ് ആണോ ജയരാജേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ മോന് കയറണോ? ഇടിമുറി കാണണോ? ഇടിമുറിയിലെ രാജാവാലോ ഇവിടെ നിൽക്കുന്ന ജയരാജ് ഹരി എന്ന പേരുള്ള എൻ്റെ ജയേട്ടൻ പ്യാവം എന്ന് പറയുന്നുണ്ട്. മോന് കാണണോ ഇടിമുറി? അതെ ജയ എന്ന് പറയുന്നു.